നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ AEC കോഴ്സായിട്ടുള്ള പ്രായോഗിക മലയാളത്തിൻ്റെ എക്സാമാണ് ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്നത്. എക്സാമിൻ്റെ അവസാനഘട്ട പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് 4 ഘട്ടങ്ങളായിട്ടാണ് എക്സാം ഉള്ളതെന്ന് അറിയാലോ. സെക്ഷൻ A, സെക്ഷൻ B, C, D. അതിൽ D സെക്ഷനിൽ 10 മാർക്കിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ ചോദ്യപേപ്പറുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ 2 ചോദ്യം തന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അതിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പുറത്തു നിന്നും ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പുറത്തുനിന്ന് എന്ന് പറയുമ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ചോദ്യത്തെ, ഇപ്പോൾ കഴിഞ്ഞ തവണ കണ്ടില്ലേ മലയാള ഭാഷയുടെ പ്രസക്തി എന്ത് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഓപ്ഷനിൽ വരുന്ന ഒരു ചോദ്യം തീർച്ചയായും നിങ്ങൾക്ക് വൈഡായിട്ട് എഴുതാനുള്ള സാധ്യത നൽകുന്നൊരു ചോദ്യമായിരിക്കും. അപ്പോൾ പഠിച്ചിട്ടില്ല എന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഒരെണ്ണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം സാധ്യത എന്ത് എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ, ഒന്നാമത് മലയാള ഭാഷാ പ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, മലയാള ഭാഷാ പ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചാപ്റ്ററുകളിൽ തന്നെ നമ്മൾ സാധാരണയായി വരുത്തുന്ന തെറ്റുകളെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു എസ്സേ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണം. 2, പ്രാസംഗികരുടെ കടമ. നമ്മൾ ആ സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനത്തിൽ പ്രസംഗത്തിൻ്റെ ചരിത്രം പറയുന്നതിനൊപ്പം ഒരു നല്ല പ്രാസംഗികൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി കൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു പ്രാസംഗികൻ്റെ കടമ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ നല്ലൊരു പ്രാസംഗികൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ബഷീർ കൃതികളുടെ ഭാഷാപരമായ സവിശേഷതകൾ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് ഉപന്യാസം തയ്യാറാക്കാനായിട്ട് വന്നേക്കാം. ആ ഒരു ചാപ്റ്ററിനെ MN വിജയൻ്റെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 5 മാർക്കിനായാലും 10 മാർക്കിനായാലും ബഷീർ കൃതികളെപ്പറ്റി ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. പിന്നീട് ഒരു സാധ്യത കാണുന്നത് വാർത്ത എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതിനെ പറ്റി ജോയ് തിരുമലപുരത്തിൻ്റെ 2 ലേഖനങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ലേഖനത്തിൽ വാർത്തയുടെ ഘടന എന്താണ് എന്നുള്ളതിനെ പറ്റിയും, രണ്ടാമത് വരുമ്പോൾ മറ്റേ 5W 1H എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നില്ലേ. അപ്പോൾ ആ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SC ആയിട്ടായാലും എഴുതാൻ പറ്റും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴും എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാർത്ത എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്നതും നിങ്ങളൊരു 10 മാർക്കിനുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ 5 മാർക്കിനും ഉപകരിക്കും, നമ്മുടെ 2 മാർക്കിൻ്റെ ചോദ്യത്തിനും ഉപകാരപ്പെടുന്നതാണ്. പിന്നെ 5ാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ബ്ലോക്ക് 4 വിവർത്തനമാണ്. വിവർത്തനത്തിൽ അവർ മൊത്തത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ എന്താണ് വിവർത്തനം, മറ്റേ ലക്ഷ്യഭാഷ, സ്രോതഭാഷ, പിന്നെന്തായിരുന്നു മറ്റേ പദാനുപദ വിവർത്തനം, വിവർത്തന രീതികൾ, വിവർത്തനത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ശാസ്ത്ര വിവർത്തനവും സാഹിത്യ വിവർത്തനവും ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകളും അതെങ്ങനെ തിരുത്താം എന്നുള്ളതിനെ പറ്റി പറയുന്നില്ലേ. അപ്പോൾ അതെല്ലാം കൂടി ഒരു 10 മാർക്കിൻ്റെ എസ്സേ രൂപത്തിൽ നിങ്ങൾ പഠിച്ചിരുന്നാൽ ഷോർട്ട് ആൻസറിനും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിരിക്കണം. അടുത്തത് 5 മാർക്കിലേക്ക് വരുമ്പോൾ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ വാക്കുകൾ നാണയങ്ങളെപ്പോലെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറയുന്നില്ലേ. പ്രയോഗത്തിലിരിക്കുന്ന കാലത്തെ ആ വാക്കുകൾക്ക് വിലയുണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തുന്നില്ലേ. സെയിം, വാക്കുകൾ നാണയങ്ങളെപ്പോലെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്, ആ ഒരു ചോദ്യം ശ്രദ്ധിക്കണം. പിന്നെ ശൈലിയെപ്പറ്റി എങ്ങനെയെല്ലാം, അല്ലെങ്കിൽ ശൈലിയെ എങ്ങനെയെല്ലാം തരംതിരിച്ചിരിക്കുന്നു. അതിൽ ബഫർ ശൈലിയെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫൗളർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, AR ശൈലിയെ എങ്ങനെയെല്ലാം തിരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ശൈലി എന്നാൽ എന്ത്, ശൈലിയെ ഏതെല്ലാം രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു നോക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മാർക്കിൻ്റെ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇതും കവർ ചെയ്ത് പോയിക്കോളും. ശാസ്ത്ര തർജ്ജിമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം,
അതായത് ശാസ്ത്ര തർജ്ജമ ചെയ്യുമ്പോൾ നമ്മൾ വേർഡ് ബൈ വേർഡ് തർജ്ജമ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി പറയുന്നില്ലേ. അതുപോലെ തന്നെ ആ പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്, സാഹിത്യ ഭംഗിക്കല്ല. അതുപോലെ തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, എന്താ, ഭാര്യ സുന്ദരിയെങ്കിൽ വിശ്വസ്തയെങ്കിൽ വിരൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞു ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ശാസ്ത്ര തർജ്ജമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു പോയിന്റും നോക്കണം. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോഴാണ് പങ്ക്തികളെ പറ്റി ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ പങ്ക്തി എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ പങ്ക്തി എഴുത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുക, അതൊന്ന് നോക്കിപ്പോകേണ്ടതാണ്. എന്താണ് പങ്ക്തി, പങ്ക്തിയുടെ നിർവചനം എന്ത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പങ്ക്തി എഴുത്തിൻ്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു അഭിമുഖം കൊടുക്കുന്നില്ലേ, കോവിലനുമായിട്ട് നടത്തുന്ന ഒരു അഭിമുഖം. അപ്പോൾ കോവിലിനെ പറ്റി ഒന്ന് പഠിച്ചിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല അഭിമുഖത്തിന് അല്ലെങ്കിൽ നല്ല അഭിമുഖം നടത്തുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം. പറഞ്ഞില്ലേ, മുൻവിധികൾ പാടില്ല, ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കണം, അഭിമുഖം ചെയ്യുന്ന വ്യക്തിയും അഭിമുഖം നടത്തുന്ന ആളും തമ്മിൽ ഒരു മാനസിക ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നില്ലേ. അത്തരത്തിലുള്ള പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കണം. പിന്നെ വിവർത്തന ചരിത്രം പരിശോധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ചരിത്രം കിട്ടിയില്ലെങ്കിൽ പോലും എന്താണ് വിവർത്തനം എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം കേട്ടോ, വിവർത്തന ചരിത്രം. പിന്നെ നേരത്തെ പറഞ്ഞ വാർത്തയുടെ അടിസ്ഥാന മൂലകങ്ങൾ ഏതെല്ലാം, വാട്ട്, വേർ, വെൻ, ഹൂ എന്നൊക്കെ തുടങ്ങുന്ന കാര്യങ്ങളില്ലേ, അത് വാർത്തയുടെ അടിസ്ഥാന മൂലകങ്ങൾ എന്തെല്ലാം. ഒരു ചോദ്യം നിങ്ങൾ 5 മാർക്കിന് പ്രതീക്ഷിച്ചോളൂ. അടുത്തതായിട്ട് പറയുന്നത് വാർത്ത എഴുത്തിൽ തലക്കെട്ടിനുള്ള പ്രാധാന്യം ചർച്ച ചെയ്യുക. വാർത്ത എഴുത്തിൽ തലക്കെട്ടിനുള്ള പ്രാധാന്യം ചർച്ച ചെയ്യുക. എന്താ, ഒരു നല്ല തലക്കെട്ടാണ് നമ്മൾ വാർത്ത വായിപ്പിക്കാൻ അല്ലെങ്കിൽ വാർത്തയിലേക്ക് കൂടുതൽ വായനയിലേക്ക് കടത്താൻ സഹായിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ ഇല്ലേ, അതുകൊണ്ട് തന്നെ തലക്കെട്ടിനുള്ള പ്രാധാന്യം നോക്കണം. ആ ചാപ്റ്റർ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇൻവേർട്ടഡ് പിരമിഡ് രീതി എന്നാൽ എന്ത് എന്നുള്ളതിനെ പറ്റിയും, ഈ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം കൊടുക്കുന്നു പറയുന്നില്ലേ, ഇൻട്രോ, ബോഡി, ടെയില് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഇത് പറയുന്നത്, അതും നോക്കിയിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെയാണ് 2 മാർക്കിൻ്റെ ചോദ്യം എന്നുള്ള നിലയിൽ നമ്മൾ ബൈ ലൈൻ, ക്രെഡിറ്റ് ലൈൻ, പ്ലേസ് ലൈൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റിയും നോക്കിയിരുന്നു കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്രോതഭാഷ, ലക്ഷ്യഭാഷ എന്ന് പറയുന്നത് വിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ പൊതുവായിട്ട് എങ്ങനെ നോക്കിയാലും നമ്മുടെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നും ബഷീറിൻ്റെ കൃതികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചോദ്യം വരും. ബഷീറിൻ്റെ ഭാഷയായിരിക്കാം, അല്ലെങ്കിൽ ബഷീറിൻ്റെ അനുഭവ ലോകം എപ്രകാരമുള്ളതായിരുന്നു എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വായിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക, പോയിൻ്റായിട്ട് നോട്ട് ചെയ്യുക. ഏത് ചോദ്യം വന്നാലും വിട്ടുകളയുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കരുത്. ആ ചോദ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പാഠഭാഗത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാമോ അത് ധൈര്യമായിട്ട് എഴുതി വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പേപ്പർ കിട്ടുന്ന സമയം ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് വായിക്കാം. ഒരു ക്വസ്റ്റ്യന് മേലും ഒരുപാട് സമയം കുത്തിയിരുന്ന് എഴുതരുത്. നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫേ വിചാരിക്കുന്നുള്ളൂ. ആ ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക, അതിൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എസ്സേ, 10 മാർക്കിൻ്റെ എസ്സേ എന്ന് പറയുമ്പോൾ അവർ 3 പേജിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ വാർത്തയുടെ കാര്യം പറയില്ലേ, എന്താ, ഇൻട്രോ അല്ലെങ്കിൽ ബോഡി, ടെയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആ എസ്സേനെ ട്രീറ്റ് ചെയ്യണം. അതേപോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. പേടിക്കൊന്നും വേണ്ട, എക്സാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.